لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى كل صحابة أجمعين. شهر رمضان الذي أنزل فيه القرآن. صدق الله مولانا العلي العظيم وصدق وبلغ رسول نبي الكريم ونحن على ذلك من الشاهدين والشاكرين. الحمد لله റബ്ബിൽ ആലമീൻ. റമളാൻ വന്നാൽ പിന്നെ ഖൈറിൻ്റെ മാസം തന്നെയാണ് പൊന്നേ. മറ്റുള്ള മാസം ഒരു ഫർളു ചെയ്ത കൂലിയാ, ഒരു സുന്നത്തിനുള്ളതെന്ന് മറന്നു പോവല്ലേ സോദരാ. അനവധി നിരവധി അത്ഭുതങ്ങളുടെ പ്രതീകമാണ് റമളാനിൽ അല്ലാഹു ഒരുക്കി മുന്നിൽ വെച്ചിട്ടുള്ളത്. മറക്കല്ലേ സോദരാ, വല്ലാത്ത ദറജയാണ്. രണ്ട് ലോകമിൽ നിനക്ക് സുലഭമായി ലഭിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ റമളാനെ ആദരിച്ചോണേ. പുണ്യമായ പ്രതിഫലം പുണ്യമായ മാസമിൽ നേടിടുവാനാണേ. സഹോദരങ്ങളെ, ഒരുപാട് അനുഗ്രഹങ്ങളുടെ പ്രതീക്ഷ നിറഞ്ഞ മാസമാണ് റമളാൻ. അത്ഭുതങ്ങളുടെ പ്രതീകം ഉസൂസിയത്തായി കടന്നു വരുന്ന മാസമാണ് റമളാൻ. റമളാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പാപങ്ങൾ കരിച്ചു കളയുക, നാം ചെയ്യുന്ന കുറ്റങ്ങൾ കരിച്ചു കളയുക എന്നുള്ള ആ അർത്ഥത്തിലാണ് റമളാൻ കടന്നു വരുന്നത്. ആയിരങ്ങളുടെയും പരിവർത്തനങ്ങളുടെയും ഉന്നതമായ പടപ്പാട്ട് പാടുന്ന റമളാൻ, അത്ഭുതങ്ങളുടെ വല്ലാത്ത ഇറ്റില്ലവും പോറ്റില്ലവുമാകുന്ന റമളാൻ. അതുകൊണ്ട് മറന്നുപോവല്ലേ, റമളാൻ ചെയ്യുന്ന അമലുകൾ വല്ലാത്ത പ്രതിഫലമുണ്ട്. ആദ്യത്തെ 10 നമ്മൾ ചെല്ലുന്നതെന്നറിയോ? അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നീ കാരുണ്യം ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നവനാ. തൻ്റെ മോലാളി തൻ്റെ യജമാനൻ തൻ്റെ അടിമയോട്, അല്ലെങ്കിൽ തൻ്റെ മോലാളി തൻ്റെ സ്റ്റാഫിനോട് ചെയ്യുന്ന ആ കാരുണ്യത്തെക്കാൾ ഓഫർ ചെയ്യുന്ന അള്ളാഹുവാണ്. ആ അള്ളാഹു നമുക്ക് നൽകിയതാണ്. ആ അള്ളാഹു നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞതാണ്. ഈ മാസത്തിൽ ദുആക്ക് ഇജാബത്തുണ്ടേ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണേ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. കാരുണ്യം ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ റബ്ബേ എന്ന് പറഞ്ഞ് ആദ്യത്തെ 10 അത് എന്താണ്? പാപമോചനത്തിൻ്റെ 10 അല്ല. ആദ്യത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10. ഈ മഗ്ഫിറത്തിൻ്റെ 10 നമ്മൾ ചോദിക്കുന്നു, അല്ലാഹുവേ എനിക്ക് കാരുണ്യം ചെയ്യണേ. എൻ്റെ രോഗങ്ങളിൽ നിന്ന് കാരുണ്യം ചെയ്യണേ. എൻ്റെ മക്കളിൽ കാരുണ്യം ചെയ്യണേ. എൻ്റെ കുടുംബത്തിൽ കാരുണ്യം ചെയ്യണേ. എൻ്റെ പ്രവർത്തനങ്ങളിൽ കാരുണ്യം ചെയ്യണേ. നിൻ്റെ എല്ലാവിധമായ കാഴ്ചപ്പാട് ഹലാലായ സർവമാന കാര്യങ്ങളിലും നിൻ്റെ കാരുണ്യം നൽകണേ. രോഗങ്ങളിൽ നിന്ന്, എൻ്റെ രോഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന്, എൻ്റെ സാഹോദര്യമായ പ്രശ്നങ്ങളിൽ നിന്ന്, എൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്ന്, എൻ്റെ ഭവനമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എനിക്ക് നീ നല്ല കാരുണ്യം ചെയ്യണേ അല്ലാ എന്ന് റബ്ബിനോട് തിരഞ്ഞെടുക്കപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന ആദ്യത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10. രണ്ടാമത്തെ 10 പാപമോചനത്തിൻ്റെ 10. ആ സമയത്ത് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ടറിയോ? അല്ലാഹുവേ, കണ്ണുകൊണ്ട് തെറ്റ് ചെയ്തു പോയി, കാതുകൊണ്ട് തെറ്റ് കേട്ടുപോയി, നാവ് കൊണ്ട് തെറ്റ് പറഞ്ഞു പോയി, കാലുകൊണ്ട് തെറ്റിലേക്ക് വഴുതി വീണു പോയി. എൻ്റെ ഹൃദയം ഈ 11 മാസക്കാലം ഞാൻ അപരാധങ്ങൾ പറയുകയും മറ്റുള്ളവരെ ദുഷിക്കുകയും ആക്രമിക്കുകയും മോശപ്രവണതകൾ കാണിക്കുകയും ചെയ്തു പോയി. എൻ്റെ ഹൃദയം മൊത്തവും ഹറാമ് കൊണ്ട് നിറഞ്ഞുപോയി. എന്നോട് പൊറുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ തമ്പുരാനെ ഗഫിർ ലീ, എനിക്ക് നീ പുറത്തു തരണേ. അല്ലാഹുമ്മ ഗഫിർ ലനാ, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ, എൻ്റെ കുറ്റങ്ങൾ പൊറുക്കണേ. അല്ലാഹുമ്മ ഗഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ.
ആ രോഗശിതാവായ റബ്ബേ, നീയാണ് എനിക്ക് ഭക്ഷണം തരുന്നവൻ, നീയാണ് എനിക്ക് വെള്ളം തരുന്നവൻ, നീയാണ് എനിക്ക് അന്നം തരുന്നവൻ. അതുകൊണ്ട് എനിക്ക് പാവമോചനം നൽകണേ അല്ലാ, എൻ്റെ തൗബകളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീന വജഅൽനീ മിനൽ മുത്തത്വഹിരീൻ. എന്നെ മനസ്സാ വാചാ കർമ്മണ എല്ലാ നിലയിൽ എന്നെ നീ ശുദ്ധീകരിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട രണ്ടാമത്തെ പത്ത്, അതേ മൂന്നാമത്തെ പത്ത് ഇത്കും മിനന്നാർ, നരകമോചനത്തിൻ്റെ പത്താ. നരകത്തിൽ നിന്ന് മോചനം നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാ, അന്നേ നമ്മൾ കേട്ടിട്ടുള്ളവരാ, പണ്ടേ നമ്മൾ മനസ്സിലാക്കിയവരാ, അന്നേ നമ്മൾ പഠിച്ചവരാ. നരകമോചനത്തെക്കുറിച്ച് ചോദിക്കേണ്ട മാസമാ. അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വദ്ഖുൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എന്നെ ഇത്തിക്കല്ലേ അല്ലാ, നരകത്തിൻ്റെ ശരീരം ഹറാമാക്കണേ അല്ലാ. എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ സന്താനങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, നാം സ്നേഹിക്കുന്നവരെ എല്ലാവരെയും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സംശുദ്ധമായ റബ്ബിൻ്റെ മുമ്പിൽ, തൻ്റെ സംശുദ്ധമായ ഹൃദയം കൊണ്ട് ആ റബ്ബിൻ്റെ മുമ്പിൽ പറയേണ്ട അവസാനത്തെ പത്തിലാണ് ഇത്കും മിനന്നാർ. അല്ലാ, നരകമോചനം. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. ഞാൻ കണ്ണുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് നോക്കി ചെയ്തു പോയി, കാതുകൊണ്ട് വ്യഭിചാരം കേട്ടുപോയി, നാവ് കൊണ്ട് വ്യഭിചാരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോയി. എൻ്റെ നാവിൽ നിന്ന് വരുന്ന മുഴുവനും അപരാധങ്ങളാ. എന്നോട് പൊറുക്കണേ അല്ലാ. എൻ്റെ നാവിനെ നരകത്തിൽ വലിച്ചെറിയല്ലേ, എൻ്റെ ശരീരത്തിനെ വലിച്ചെറിയല്ലേ. അല്ലാഹുവേ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിൽ ഖബർ. ആ ഖബറിൻ്റെ അദാബുകളെ തൊട്ട് നിൻ്റെ പ്രവാചകന്മാർ പോലും, നിൻ്റെ മുൻകഴിഞ്ഞ സ്വഹാബത്ത് പോലും, ഒരു പാപം ചെയ്യാത്തവർ പോലും, ഒരു ഖറാഅത്ത് ചെയ്യാത്തവർ പോലും പാപമോചനം തേടിയതാ. അവരുടെ ബറക്കത്ത് കൊണ്ടെങ്കിലും എന്നൊന്ന് മോചനമാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാ, എനിക്ക് നീ പൂർത്തു തരണേ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ, എന്നെ നരകത്തിൽ നിന്ന് നീ മോചനം നൽകണേ. വദ്ഖുൽ ജന്നാ, എനിക്ക് സ്വർഗം നൽകണേ അല്ലാ. ഞാൻ നോമ്പെടുത്തവനാണ്, ഞാൻ 10-20 കൊല്ലം കൊണ്ട് നോമ്പെടുക്കുന്നവളാണ്, 10-20 കൊല്ലം കൊണ്ട് നോമ്പെടുക്കുന്നവനാണ്, അല്ലെങ്കിൽ 60 വർഷം കൊണ്ട്, 70 വർഷം കൊണ്ട്, 75 വർഷം കൊണ്ടൊക്കെ നോമ്പെടുക്കുന്നവനാണ്. എന്നെ സ്വീകരിക്കണേ അല്ലാ. എനിക്ക് പാപമോചനം നൽകണേ അല്ലാ. എന്നോട് കാരുണ്യം പൊറുക്കും, എന്നോട് പാപമോചനവും നൽകി എന്നെ സ്വർഗപ്രവേശനം, നരകപ്രവേശനം കാവൽ നൽകി സ്വർഗത്തിലേക്ക് എന്നെ ആനയിക്കണേ അല്ലാ എന്ന് പറയേണ്ട ദിനരാത്രങ്ങളാണ് ഈ 3 പത്തുകളും. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങണേ. എൻ്റെ ശരീരം, നിങ്ങളുടെ ശരീരം എല്ലാ നിലയിലും മടങ്ങേണ്ട മാസമാണ്. ആ ഉമ്മത്തിൻ്റെ മാസമാണ് റമളാൻ. അതേ, റജബിൻ്റെ മാസമാണെന്ന് ഷഹറുല്ലാഹ് പറഞ്ഞു. ശഅബാൻ എൻ്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണെന്ന് പറഞ്ഞു. മൂന്നാമതായി പറഞ്ഞതറിയോ, റമളാൻ ഉണ്ടല്ലോ, എൻ്റെ സമുദായത്തിൻ്റെ എന്നല്ല, എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാ, എൻ്റെ സമുദായത്തിൻ്റെ മാസമാ. എൻ്റെ സമൂഹത്തിൻ്റെ മാസമെന്നല്ല പറഞ്ഞത്, എൻ്റെ സമുദായത്തിൻ്റെ മാസമാ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ മാസത്തിൽ നിങ്ങൾ വേണ്ടതുപോലെ പാവക്കറവിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയെ പ്രകാരം തൻ്റെ ഉമ്മയുടെ പള്ളയുടെ ഉള്ളിൽ നിന്ന് പ്രസവിച്ച് വീഴുന്നുവോ അതുപോലെ ആകണം ഞാൻ നിങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നമ്മളെ റമളാനുകളെ മുഴുവനും സ്വീകരിക്കട്ടെ.